എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം 4-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇമ്മീഡിയറ്റ്ലിയായിട്ട് അർജൻറ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ള വിവരവും, പിന്നെ വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇനി ഇമ്മീഡിയറ്റ്ലായിട്ട് പറയാനുള്ളത്. 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ്. ഇത് തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും. ഇത് മെയിനായിട്ട് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 5 സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും 6ാം സെമസ്റ്ററിൽ സപ്ലി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷം നഷ്ടമാകും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന 6ാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ മാസം 4-ാം തീയതി മുതലാണ് യൂണിവേഴ്സിറ്റി നടത്താൻ തീരുമാനിച്ചത്. കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം അടുത്ത മാർച്ച് ഓർ ഏപ്രിൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഒരു വർഷം എന്തായാലും നഷ്ടമാകും. അതുപോലെ തന്നെ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇത് അവസാന അവസരമാണ്. ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. പകരം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. ഇതിനായി നിങ്ങൾ 1 വർഷമോ 2 വർഷമോ ചിലപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പ് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ള ഉറപ്പാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. തുണ്ട് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. അപ്പോൾ എനിക്ക് വിദ്യാർത്ഥികളോട് ഒറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ ഒരിക്കലും തുണ്ടിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇനി അഥവാ നിങ്ങൾ ആ തുണ്ട് വെച്ച ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ വന്നു, അത് നിങ്ങൾ എഴുതി പരീക്ഷാ ഹാളിന് പുറത്തിറങ്ങിപ്പോയി എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. അതേസമയം പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന അധ്യാപകരോ അല്ലെങ്കിൽ സ്കോഡ് വന്ന് പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാവി അവതാളത്തിലാകും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ശ്രമിക്കുന്നു. സ്കോഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് രക്ഷയില്ല. അവരത് യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്യും. ഡിബാർ എന്തായാലും ഉണ്ടാകും. പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിലെ അധ്യാപകരാണ്. അവരുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ പോലിരിക്കും. ചില അധ്യാപകർ വഴക്ക് പറയുകയും ഇനി ആവർത്തിക്കരുത് എന്ന് വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തുകയും പരീക്ഷ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാറുമുണ്ട്. എന്നാൽ ചില അധ്യാപകർ നേരെ ഓപ്പോസിറ്റാണ്. അവർ യൂണിവേഴ്സിറ്റിയെ വിവരം ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇതുപോലൊരു തുണ്ട് പിടിച്ചു എന്നൊരു കേസ് നിങ്ങളുടെ പേരിൽ, ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ പേരിൽ യൂണിവേഴ്സിറ്റിനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കേസ് യൂണിവേഴ്സിറ്റിക്ക് ഫോർവേഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിയമ നടപടികൾ ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകൻ തുണ്ട് പിടിക്കുകയും ആ അധ്യാപകൻ വലിയ ഇഷ്യൂ ഉണ്ടാക്കാതെ തുണ്ട് മേടിച്ച് വെക്കുകയും ഇനി കോപ്പി അടിക്കരുതെന്ന് വിലക്കി വഴക്ക് പറഞ്ഞ് അവിടെ ഇരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ല, ആ കേസ് അവിടെ ക്ലോസായി. പക്ഷേ ചില അധ്യാപകർ അങ്ങനെയല്ല. ചില അധ്യാപകർ കൃത്യമായി നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്. ചില അധ്യാപകർ കൃത്യമായി സ്ട്രിക്റ്റ് ഫോളോ ചെയ്യുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങളുടെ തുണ്ട് പിടിക്കും. അവർ നിങ്ങളുടെ പേപ്പർ വാങ്ങിച്ചു വെക്കും. ശേഷം നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യും? പേപ്പർ സഹിതം കേസ് ഫയൽ ചെയ്തിട്ട് പ്രിൻസിപ്പാളുടെ അസൈനോട് കൂടി കേസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കേസ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിബാർ എന്തായാലും ഉറപ്പാണ്. സാധാരണഗതിയിൽ 3 വർഷം ടു 5 വർഷം വരെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് 3 വർഷം മുതൽ 5 വർഷം വരെ കണ്ടുവരാറില്ല. സാധാരണ 1 വർഷത്തേക്കൊക്കെയാണ് ഡിബാർ കിട്ടാറ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തുണ്ട് വെക്കുകയും
ആ ചോദ്യം പരീക്ഷയിൽ വന്നു, നിങ്ങൾ എഴുതി, പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തുപോയി, എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾ തുണ്ട് വെച്ചതിന് തെളിവില്ല, നിങ്ങൾ എഴുതിയതിന് തെളിവില്ല. ഞാനൊരിക്കലും തുണ്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞാനൊരിക്കലും തുണ്ടിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് മാത്രം തുണ്ട് വെച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് വിദ്യാർത്ഥിനികൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു, തുണ്ട് നിങ്ങൾ വെക്കുകയും പിടിക്കാതെ പോവുകയും ചെയ്താൽ, ഞാൻ നിങ്ങളെ തുണ്ട് വെച്ചു, നിങ്ങൾ ഉത്തരം എഴുതി, നിങ്ങളുടെ തുണ്ട് പിടിച്ചില്ല, നിങ്ങൾ പരീക്ഷാ പേപ്പർ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി, എങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് 2 തരത്തിൽപ്പെട്ട അധ്യാപകരാണ്. അതിൽ ഒരു വിഭാഗം അധ്യാപകർ വലിയ രീതിയിൽ ഇഷ്യൂ ആക്കാത്തവരാണ്. എന്താണ്? സാധാരണഗതിയിൽ പരീക്ഷകളിൽ വരുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇഷ്യൂ ആക്കാറില്ലെന്നല്ല, ചില അധ്യാപകർ ഇഷ്യൂ ആക്കും. ഓരോ അധ്യാപകരുടെയും സ്വഭാവം പോലെ ഇരിക്കും അത്. ചില അധ്യാപകർ വഴക്ക് പറയും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വഴക്ക് പറയും, തുണ്ട് മേടിച്ചു വെക്കും, പരീക്ഷ എഴുതാൻ അനുവദിക്കും. അത് വിദ്യാർത്ഥിനികളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചില അധ്യാപകർ അങ്ങനെയല്ല, തുണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പേപ്പർ വാങ്ങിച്ചു വെക്കും, കേസാക്കും, പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് കേസ് ഫോർവേഡ് ചെയ്യും. അഥവാ നിങ്ങളുടെ കേസ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നിയമ നടപടി എന്തായാലും ഉറപ്പാണ്. മിനിമം 1 വർഷത്തേക്കെങ്കിലും ഡിബാർ ചെയ്യും, അല്ലെങ്കിൽ ആ പരീക്ഷ റദ്ദാക്കുകയെങ്കിലും ചെയ്യും. ആ പരീക്ഷയുടെ റിസൾട്ട് എന്ത് ചെയ്യില്ല, വരികയില്ല. പിന്നീട് നിങ്ങൾ സപ്ലിമെൻ്ററി പരീക്ഷ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം ഡിബാർ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ 5 എക്സാമിൽ ഏത് വിഷയത്തിലാണോ നിങ്ങളുടെ കോപ്പിയടി പിടിച്ചത് ആ വിഷയത്തിൻ്റെ റിസൾട്ട് തടഞ്ഞു വെക്കുകയും ബാക്കി വിഷയങ്ങളുടെ റിസൾട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. ആ ഒരു വിഷയം പിന്നീട് നിങ്ങൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതേണ്ടി വരും. തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.